സന്തോഷത്തോടെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. കണ്ണുകളൊക്കെ തുറന്നിരിക്കുവാണല്ലോ. ആരെങ്കിലും അടച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പം ആരും പ്രാർത്ഥിക്കണ്ട. ഞാൻ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പം ആരും പ്രാർത്ഥിക്കണ്ട. സ്തോത്രം. ഞാൻ എപ്പോഴും പറയുന്നൊരു ഒരു 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 സംഭവ കഥയുണ്ട്. ഞാൻ ഒന്നുകൂടെ അങ്ങ് പറയാം. പണ്ടൊരിക്കലൊരു മീറ്റിങ്ങിന് പോയി മീറ്റിംഗ് നടത്തുകൊണ്ടിരിക്കുക. 10-12 മണി കഴിഞ്ഞപ്പം എല്ലാവരും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പ്രായമുള്ളൊരു അപ്പച്ചനും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് കുറേ നേരം പ്രാർത്ഥിച്ച് എല്ലാവരും ആമീൻ പറഞ്ഞിട്ടും അപ്പച്ചൻ ആമീൻ പറഞ്ഞില്ല. ഞാൻ മുന്നിൽ നിന്ന് ലീഡ് ചെയ്യുക. അപ്പച്ചൻ ആമീൻ പറയാതെ ഇവിടെ ഇരിക്കുക. എല്ലാവരും കണ്ണൊക്കെ തുറന്നിട്ടും പുള്ളി കണ്ണ് തുറക്കുന്നില്ല. അവസാനം സംഗതി ഏറ്റവും അവസാനം മനസ്സിലായ, തട്ടി നോക്കിയപ്പോഴാണ് മനസ്സിലായ ആ ഇരിപ്പ് ആളങ്ങ് പോയി. അപ്പോൾ പ്രശ്നം അതല്ല. പിന്നീട് ഞാൻ മുന്നിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും കണ്ണടച്ചിരിക്കുന്നത് എനിക്ക് പേടിയാണ്. കാരണം പോയോ ഇല്ലയോ എന്നൊരു പേടിയാണ് പിന്നീടുള്ളത്. അതുകൊണ്ട് ആരും പേടിപ്പിക്കാതെ നല്ല ഉണർന്ന് ചിരിച്ചൊക്കെ ഇവിടെ ഇരിക്കണം. സ്തോത്രം. ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ അടഞ്ഞ് നമ്മളങ്ങ് തട്ടിപ്പോയോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വളരെ സന്തോഷത്തോടെയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. 2024 നമ്മെ വിട്ട് കടന്നു പോകുവാൻ അല്പം നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്രകാരം ഈ വർഷത്തിൽ കൂടി വരുവാൻ ഉള്ള കാരണം നമുക്കറിയാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, കഴിഞ്ഞ ഒരു വർഷത്തിൽ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാനുള്ള ഒരു സന്ദർഭമാണ്. ഈ പുതുവർഷത്തിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ 2 കാര്യങ്ങളാണ് നമുക്ക് ഓർക്കുവാനുള്ളത്. ഒന്ന്, ഇറ്റ് ഈസ് എ ടൈം ടു റിഫ്ലക്ട് ദ പാസ്റ്റ് ഇയർ. കഴിഞ്ഞ ഒരു വർഷത്തെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യുവാൻ. നമുക്കറിയാം, ഒരു ബിസിനസ്സുകാരൊക്കെ അവരുടെ ബിസിനസ് ഇയറിൽ അവരുടെ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ നഷ്ടങ്ങൾ, ലാഭങ്ങൾ ഒക്കെ ഇങ്ങനൊന്ന് വിചിന്തനം ചെയ്യുവാനിടയായിത്തരും. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മീക ജീവിതത്തിലും കഴിഞ്ഞ ഒരു വർഷം എപ്രകാരമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നതിന് നല്ലതാണ്. അപ്പോൾ തന്നെ ഒരു പുതുവർഷത്തിൽ വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രത്യാശയോടെ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ഒരുക്കവും പ്രിപ്പറേഷനും കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2024 എന്ന വർഷം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒത്തിരി ചലഞ്ചസ്, ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി പ്രയാസങ്ങളൊക്കെ പലരുടെയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിവിധ നിലയിലുള്ളതായ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവത്തിൻ്റെ കരം ഒരു ഭക്തനെ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് വളരെ വാസ്തവമായ കാര്യം. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രയാസങ്ങളില്ലെന്നല്ല, പക്ഷേ ഇതിനൊക്കെയും മധ്യത്തിൽ ഒത്തിരി നഷ്ടങ്ങളും വേദനകളും ഒക്കെ കടന്നു പോകുമ്പോഴും അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കരം നമുക്ക് അല്ലെങ്കിൽ അനുഭവിച്ചറിയാൻ നമുക്കിടയാക്കിയിട്ടുണ്ട്. സ്തോത്രം. നമുക്കറിയാം, വളരെ പ്രതീക്ഷയോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ 2024 കാൽവെച്ച അനേകർ ഈ 2025 ആദ്യം അല്ലെങ്കിൽ ഈ വർഷത്തിൻ്റെ അവസാനം കാണുവാൻ കഴിയാതെ വണ്ണം ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ, നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ, പ്രായം കൂടിയവർ, ആരോഗ്യമുള്ളവർ ഈ ലോകം വിട്ടുപോയപ്പോൾ, എത്രയോ കുടുംബങ്ങൾ തീരാ ദുഃഖത്തിലായി തീർന്നപ്പോൾ, കൃപയാൽ കർത്താവ് നമ്മെ സൂക്ഷിച്ച് ഈ വർഷത്തിൻ്റെ അവസാനം വരെയും കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കൃപകൾ ഓർത്തുകൊണ്ടാണ് നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നത്. പ്രൈസ് ഗോഡ്. ഇത് ഓർക്കുന്നവർക്കേ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് നന്ദിയുള്ളവരായി നമ്മൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. എപ്പോഴും നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ശമൂവേൽ പ്രവാചകൻ പറയുന്നത് പോലെ, താൻ ഒരു കല്ലെടുത്ത് വെച്ച് മിസ്പയ്ക്കും ഷേനും മധ്യേ നാട്ടിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബ്നെസർ എന്ന് പേരിട്ടു. ഇത് തന്നെയാണ് ഇത്തരണത്തിൽ നമുക്കും പറയാനുള്ളത്. കഴിഞ്ഞ ഒരു വർഷം പിറകിലേക്ക് നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയും, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. സ്തോത്രം. ഇതിൻ്റെ മധ്യത്തിൽ ഒത്തിരി പ്രയാസങ്ങളെങ്കിലും വന്നെങ്കിലും അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ സഹായകരം നമ്മോട് കൂടിയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പുതുമ ആഗ്രഹിക്കുന്നവരാ. നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. എല്ലാവരുടെയും ജീവിതത്തിൽ പുതുമ ആഗ്രഹിക്കുന്നുണ്ട്. പുതുമ ആഗ്രഹിക്കാത്ത ആരുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു വീട്, ഒരു പുതിയ വാഹനം, പുതിയ ജോലി, പുതിയ ഡ്രസ്സ്, വാട്ടവർ എന്ത് തന്നെ ആയിക്കോട്ടെ, എപ്പോഴും നമുക്ക് പുതിയതിനോടൊരു വെമ്പലുണ്ട്, ആഗ്രഹമുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന് ചില പുതിയത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്.
നമ്മുടെ ജീവിതത്തിൽ ചിലത് പുതിയത് കർത്താവിന് ചെയ്യണം. പക്ഷേ കർത്താവിനെ സംബന്ധിച്ചോളം അത് പുതിയതല്ല, നമ്മൾക്കത് പുതിയതായിരിക്കും. സ്തോത്രം. കർത്താവിന് പുതുമ എന്നൊന്നും പറയുന്നില്ല, കാരണം ഇതെല്ലാം കർത്താവിൻ്റെ പ്ലാനിൽപ്പെട്ട കാര്യമായതുകൊണ്ട് കർത്താവിനെ സംബന്ധിച്ചോളം പുതുമ എന്നില്ല. പക്ഷേ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ഒരു പുതിയത് അനുഭവിക്കണം. ഒരു പുതിയ ദിനം ലഭിക്കുന്നു, ഒരു പുതിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു, ഒരു പുതിയ ആത്മീക ഉത്തേജനം നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ വിവിധ നിലയിലുള്ളതായ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുമ്പോൾ ദൈവത്തിന് ഒരു പുതുമ അല്ലെങ്കിൽ പുതിയ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നു. ഇന്നലെ വരെ കർത്താവ് ചെയ്ത ഒന്നല്ല പുതിയത് ഒന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെ ചെയ്തത് തന്നെ ചെയ്യുവാണെങ്കിൽ അതിനെ പുതുമ എന്ന് പറയത്തില്ല, അതിന് റിപ്പറ്റീഷൻ എന്ന് പറയും. സ്തോത്രം. അപ്പം നമുക്ക് അടുത്ത വർഷത്തിൽ റിപ്പറ്റീഷൻ അല്ല വേണ്ടുന്നേ, നമുക്കൊരു പുതുമയാണ് വേണ്ടുന്നേ. ഹല്ലേലൂയ. എത്ര പേര് അടുത്ത വർഷം കർത്താവിൽ നിന്ന് പുതിയത് പ്രതീക്ഷിക്കുന്നുണ്ട്? ആമേൻ. നമുക്കൊരു പുതുമയാണ് ആവശ്യം, ഒരു റിപ്പറ്റീഷൻ അല്ല. കഴിഞ്ഞ നാളുകളിൽ ലഭിച്ച കൃപ മാത്രം പോരാ, ഒരു പുതിയ കൃപ ലഭിക്കണം. കഴിഞ്ഞ പ്രാപിച്ച അഭിഷേകം പോരാ, ഒരു പുതിയ അഭിഷേകം പ്രാപിക്കണം. കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ച ഒരു വെളിപ്പാട് പോരാ, ഒരു പുതിയ വെളിപ്പാട് പ്രാപിക്കണം. ഇന്നലെ വരെയുള്ള ആത്മീക അനുഗ്രഹം പോരാ, ഒരു പുതിയ ആത്മീക അനുഗ്രഹം പ്രാപിക്കണം. ഇന്നലെ ലഭിച്ച വിടുതൽ പോരാ, ഒരു പുതിയ വിടുതൽ ലഭിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, അടുത്തൊരു വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുതുമ വേണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ആമേൻ. അടുത്തിരിക്കുന്നവർക്ക് കൈ എടുത്തിട്ട് അവരെ ഒന്ന് ഉണർത്തിയിട്ട് പറ, ഒരു പുതുമ ലഭിക്കാൻ പോവാണെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അടുത്ത വർഷം ഒരു പുതുമ കർത്താവ് തരാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണേ, ഒരു പുതുമ കർത്താവ് തരാൻ പോവുക, പുതിയതൊന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ എപ്പോഴും കർത്താവ് ഒരു പുതിയത് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ച 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവിടെ ദൈവം വിളിച്ചിട്ടുണ്ട്. പക്ഷേ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ വെളിപ്പാട് ദൈവം അബ്രഹാമിന് കൊടുക്കുക. ആ പുതിയ വെളിപ്പാടാണ് അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഐ ആം ദ ഓൾമൈറ്റി ഗോഡ്. ഒരു സർവശക്തി. അപ്പോൾ ഇന്നലെ വരെ അബ്രഹാമിന് ലഭിച്ച ദൈവത്തെക്കുറിച്ച് ലഭിച്ച ഒരറിവല്ല 17-ാം അധ്യായത്തിൽ അബ്രഹാമിന് ലഭിക്കുന്നത്. 17-ാം അധ്യായത്തിൽ അബ്രഹാമിന് ലഭിക്കുന്നത് സർവശക്തനായ ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാടാണ്. സ്തോത്രം. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അടുത്തൊരു വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് ദൈവത്തെക്കുറിച്ചൊരു പുതിയൊരു അറിവായിരിക്കണം, ഒരു പുതിയ വെളിപ്പാടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത തലത്തിൽ ദൈവത്തിൻ്റെ ഒരു വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്തോത്രം. അതാണ് ഒരു പുതിയ അനുഭവം, പുതിയ നിലയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അടുത്ത 2025 എന്ന വർഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ആവശ്യമായ ചില ടിപ്സ്, ചില പോയിന്റ്സ്, ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചിട്ട് വേഗത്തിൽ ഞാൻ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ഒരു 11:50 ആകുമ്പോഴത്തേക്കൊക്കെ ഞാൻ മെസ്സേജ് നിർത്തും. നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് വർഷിപ്പ് ടീം മുന്നോട്ട് വന്ന് ഒരുമിച്ച് പാട്ട് പാടി ആരാധിച്ച് സ്തോത്രം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഈ സന്ദേശം നിർത്തുന്നതായിരിക്കും. അപ്പോൾ ഈ അടുത്ത വർഷം അനുഗ്രഹമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ 25-ാമത്തെ വർഷം അല്ലെങ്കിൽ 2025 ആത്മീക ഉത്തേജനം, ഒരു പുതിയ അനുഭവം പ്രാപിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നലെ വരെ പ്രാപിച്ചിട്ടില്ലാത്ത, ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത, ഇന്നലെ വരെ പോയിട്ടില്ലാത്ത ഒരു പുതിയ പാതയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ 2025 എന്ന് പറയുന്നത് പുതിയ യാത്രയാണ്. 2024 വരെ ചെയ്തൊരു യാത്രയല്ല, ഇത് ന്യൂ ജേണിയാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു ജേണിയിലേക്ക് കാൽച്ചുവട് വെക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ട് ഞാൻ നിർത്താൻ താല്പര്യം. ഒന്നാമത്തെ കാര്യം, ദൈവം ആവശ്യപ്പെടുന്നുണ്ട് ഒരു പുതിയത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ. ഇന്നലെ വരെ പോയിട്ടില്ലാത്ത ഒന്നിലേക്ക് കാൽച്ചുവട് വെക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ ശുദ്ധീകരണമാണ്. സ്തോത്രം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. മതി. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവീൻ, യഹോവ എപ്പോഴാ നാളെ നിങ്ങളുടെ ഇടയിൽ ഒരതിശയം പ്രവർത്തിക്കും.
ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നാളെ ഒരു അത്ഭുതം കാണാൻ യോശുവ ജനത്തോട് ആവശ്യപ്പെടുന്ന കാര്യം എന്താ? നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. 2025 കാൽ വെക്കുന്ന, അല്ലെങ്കിൽ ഈ 24 ഏറ്റവും അവസാനത്തിൽ വന്നു നിൽക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, 25 നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതം പ്രതീക്ഷിക്കുന്നു. 25 ഒരാത്മീകമായ വ്യതിയാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഭൗതിക മണ്ഡലത്തിലെ ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം ദൈവം ആവശ്യപ്പെടുന്ന കാര്യമാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നമുക്ക് വചനം വായിക്കുമ്പോൾ ആത്മീക ജീവിതത്തിന്റെ ഏത് വഴിത്തിരിവിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ശുദ്ധീകരണമാണ്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ വളരെ ശക്തമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യും? ഒരത്ഭുതം ചെയ്യും. ഒരത്ഭുതം ചെയ്യും. 25 നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതത്തിന്റെ വർഷമായി തീരണമെന്ന് എത്ര ആഗ്രഹിക്കുന്നു? നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതം കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബ മണ്ഡലത്തിലായിക്കോട്ടെ, ശാരീരിക മണ്ഡലത്തിലായിക്കോട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, നിന്റെ ജോലി മണ്ഡലത്തിലായിക്കോട്ടെ, നിന്റെ സ്പിരിച്വൽ തലത്തിലായിക്കോട്ടെ, എനിക്കൊരു പുതിയ അത്ഭുതം കാണണമെന്ന് ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നു? ദൈവം ആവശ്യപ്പെടുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഹല്ലേലൂയ. ആഗ്രഹമുണ്ടോ? അടുത്ത വർഷം ഒരു പുതുമ അല്ലെങ്കിൽ ഒരു പുതിയ അത്ഭുതം എത്ര പേര് പ്രതീക്ഷിക്കുന്നു? ആമേൻ. കൈ കൊടുത്തുകൊണ്ട് പറ, അടുത്ത വർഷം ഒരു പുതിയ അത്ഭുതം കാണാൻ പോകുകയാണ്. ഞാൻ എന്തിനാ കൈ കൊടുപ്പിക്കുന്നത് അറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഒരു പുതിയ അത്ഭുതം കാണാൻ പോകാൻ 2 കാര്യങ്ങൾ അതിനകത്തുള്ളത്. ഒന്ന്, ഇറ്റ് ഈസ് എ ഡിക്ലറേഷൻ, ഒരു ഫെയ്ത്ത് ഡിക്ലറേഷൻ ആണ്. 2, അടുത്തിരിക്കുന്ന ആൾ ഉറങ്ങുവാണെങ്കിൽ ഉണർന്നോടത്ത് വിചാരിച്ചുകൊണ്ട് കൂടാ. സ്തോത്രം. അപ്പോ മനസ്സിലാക്കണമേ, അപ്പോ ഒരു അത്ഭുതം കാണാൻ ദൈവം ആവശ്യപ്പെടുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ എവിടെയൊക്കെ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ടോ അതിന്റെ പിന്നിൽ ഒരു ശുദ്ധീകരണം നടന്നിട്ടുണ്ട്. ശുദ്ധീകരണമില്ലാതെ ഒരു അത്ഭുതം നടന്നിട്ടില്ല. മോശയെ ദൈവം വിളിക്കുമ്പോൾ ഒരു ശുദ്ധീകരണമാണ് ആവശ്യപ്പെടുന്നത്. സ്തോത്രം. 2 ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഹിസ്കിയാവിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ അവന്റെ തുടർന്നുള്ള ജീവിതത്തിന്റെ മുഴുവൻ വിജയത്തിന്റെയും കാരണമെന്ന് പറയുന്നത് ആദ്യം അവൻ ചെയ്ത കാര്യമുണ്ട്, ശുദ്ധീകരിച്ചു. വായിച്ച 2 ദിനവൃത്താന്തം 29:17 ഒന്നാം മാസം 1-ാം തീയതി അവർ വിശുദ്ധീകരിപ്പാൻ തുടങ്ങി. 1-ാം മാസം 1-ാം തീയതി അവർ വിശുദ്ധീകരിപ്പാൻ. ശ്രദ്ധിച്ചേ, എന്നാ? 1-ാം ആണ്ടിന്റെ 1-ാം മാസം 1-ാം തീയതി. നമ്മുടെ കൺസെപ്റ്റ് എന്നാ? നാളെ. പ്രൈസ് ഗോഡ്. ഇപ്പൊ ഇന്ന് തുടക്കം അതിന്റെ. അപ്പോ ആലയത്തിന്റെ ശുദ്ധീകരണം ആണ്ടിന്റെ 1-ാം മാസം 1-ാം തീയതി ഹിസ്കിയാവ് ആലയത്തെ ശുദ്ധീകരിച്ചു. തുടർന്നുള്ള തന്റെ ജീവിതത്തിന്റെ മുഴുവൻ വിജയത്തിന്റെയും അടിസ്ഥാനം അല്ല, ആ രാജ്യത്ത് തന്നെ, ആ ദേശത്ത് തന്നെ, തന്റെ ജനത്തിന്റെ മധ്യത്തിൽ വലിയൊരു ഉണർവ് പുറപ്പെടുവാൻ മുഖാന്തരമായത് യവന്റെ ഈ ശുദ്ധീകരണ പ്രവർത്തനമായിരുന്നു. അങ്ങനെ ഞാൻ പറയട്ടെ, അടുത്തൊരു വർഷം നമ്മുടെ ജീവിതത്തിൽ ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ചിലതൊക്കെ പെട്ടെന്ന് സംഭവിക്കാൻ, ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. അതിന്റെ സ്തോത്രം 36-ാം വാക്യത്തിലാന്ന് തോന്നുന്നു, ആലയത്തിന്റെ പണികൾ യഥാസ്ഥാനത്തമായി, അങ്ങനെ വാക്യം പറയുന്നുണ്ട്. യഹോവയുടെ ആലയത്തിൽ ആരാധന യഥാസ്ഥാനത്തായി ദൈവം ജനത്തിന് ഒരുക്കി കൊടുത്തതിൽ ഹിസ്കിയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ചിലത് ക്ഷണത്തിൽ നടക്കാൻ പോകുക. താമസം എന്ന് വെച്ച് നിന്ന ചില വിഷയങ്ങൾ, 24-ൽ നടക്കാത്ത ചില വിഷയങ്ങൾ, ദീർഘനാളുകൾ കാത്തിരുന്ന വിഷയങ്ങൾ 25-ൽ ക്ഷണത്തിൽ നടക്കാൻ പോകുക. ഒറ്റ കാര്യമേ ദൈവം പറയുന്നുള്ളൂ, നിങ്ങൾ ശുദ്ധീകരിക്കാൻ തയ്യാറാകുമോ? ആമേൻ. ഹല്ലേലൂയ. ചിലത് ക്ഷണത്തിൽ സംഭവിക്കും. ആമേൻ. വർഷങ്ങളായി, നാളുകളായി കാത്തിരുന്നു, ലഭിച്ചില്ല. ദീർഘവർഷങ്ങളായി പഴകി കിടക്കിയ വാഗ്ദത്തങ്ങളുടെ നിവർത്തി കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് രാത്രിയിൽ ജനം ശുദ്ധീകരിക്കപ്പെടാൻ തയ്യാറായാൽ, വ്യക്തി ജീവിതങ്ങൾ ശുദ്ധീകരിക്കപ്പെടാൻ തയ്യാറായാൽ, അല്ല 25-ൽ ചിലത് ക്ഷണത്തിൽ സംഭവിക്കും. നിന്റെ കുടുംബത്തിനകത്ത് ക്ഷണത്തിൽ ചിലത് സംഭവിക്കും. നിന്റെ വ്യക്തി ജീവിതത്തിൽ ക്ഷണത്തിൽ ചിലത് സംഭവിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് അഴിച്ചേറ്റെടുത്തത്.
ആമേൻ. ചിലത് സംഭവിക്കാൻ പോകുക. ക്ഷണത്തിൽ നിന്റെ കുടുംബത്തിനകത്ത് ചിലത് സംഭവിക്കും. ആമേൻ. ചിലത് ദൈവം യഥാസ്ഥാനപ്പെടുത്തും. യഥാസ്ഥാനപ്പെടുത്തിയിട്ട് ചിലത് ക്ഷണത്തിൽ സംഭവിക്കാൻ തുടങ്ങും. ആമേൻ. ഹിസ്കിയാവ് ശുദ്ധീകരണം തുടങ്ങി. ഏറ്റവും അവസാനം പറയാ, സ്തോത്രം, എല്ലാം ക്രമീകരിച്ചു, കാര്യം പെട്ടെന്നല്ലോ നടന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നീ ചിന്തിച്ചതിനേക്കാളും, അതിന്റെ അർത്ഥം കാര്യം ക്ഷണത്തിലല്ലോ നടന്നതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ചിന്തിച്ച സമയത്തെക്കാളും വേഗത്തിൽ സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, നിങ്ങൾക്കൊരു ചിന്തയുണ്ട്. 25-ൽ എല്ലാത്തിനും നമ്മളൊരു പരിധി ഇട്ടുണ്ട്. പക്ഷെ പരിധിക്കപ്പുറമായിട്ട് അതിനേക്കാൾ വേഗത്തിൽ, നീ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നിന്റെ ജീവിതത്തിൽ, സഭാമണ്ഡലത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ ചിലത് സംഭവിക്കാൻ പോകുക. 25, ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ചില കുഞ്ഞുങ്ങൾക്ക് ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുക 25-ൽ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ ചില നീക്കുപോക്കുകൾ വരുത്താൻ പോകുക ദൈവം. ആമേൻ. 25-ൽ ഇത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തുക. സ്തോത്രം. വേഗത്തിൽ ചിലത് സംഭവിക്കും. വേഗത്തിൽ മുന്നോട്ട് പോകുക. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശുദ്ധീകരിക്കുക. വേഗത്തിൽ രണ്ടാമത്തിലേക്ക് പോകുക. രണ്ടാമത്തെ കാര്യം സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ജീവിതത്തിൽ 25-ാമത്തെ വർഷം 2025 ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് സമയം എന്ത് ചെയ്യണം? തക്കത്തിൽ. സമയം വിനിയോഗിക്കുന്നതിനുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പുതുവർഷത്തിൽ ഒരു ചലഞ്ചായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. ഇത് ദുഷ്കാലം. മതി. ഇത് ദുഷ്കാലമാകയാൽ സമയം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരു കാലദൈർഘ്യം ഇനിയില്ല. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവ് വരുവാനുള്ള കാലം ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതിന്റെ ലക്ഷണങ്ങൾ ലോകത്തിൽ ആകമാനം വിളിച്ചു പറയുന്നു. നമ്മൾ എവിടെ നോക്കിയാലും കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, 24-ൽ കേട്ടിട്ടില്ലാത്ത, അതിനേക്കാൾ ഉപരിയായി അനിഷ്ടങ്ങളും നഷ്ടങ്ങളും ഭീതിപ്പെടുന്ന വാർത്തകളും നമുക്ക് കേൾക്കാൻ പോകുക. കാരണം എന്താ അറിയാമോ? കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നുണ്ട്. കർത്താവിന്റെ വരവ് അടുക്കും തോറും എന്ത് സംഭവിക്കും? നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായ ലക്ഷണങ്ങൾ ലോകത്തിൽ കണ്ടു തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പലതും കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവേ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? വിശ്വാസത്യാഗം കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ്. ഒത്തിരി പേര് വിശ്വാസമൊക്കെ ത്യജിച്ച് കളയും. നമ്മൾ വിചാരിക്കുക, കർത്താവ് ഇത്രയും നാൾ ഇവൻ വിശ്വാസത്തിൽ നിന്നിട്ട് എന്തോട്ടാ പുറമോട്ട് പോയേ, ഇത്രയും നാൾ പ്രമാണത്തിൽ നിന്നിട്ട് ഇവൻ എന്തോട്ടാ പുറമോട്ട് പോയേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കാണുന്നറിയാമോ? കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയാ, ഇത് ദുഷ്കാലമാകിയാൽ എന്ത് ചെയ്യണം? സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് 2024 അങ്ങോട്ട് കയറിയതേ ഉള്ളൂ, അതിന് മുട്ട് തീർന്നു അല്ലേ? സ്തോത്രം. 25-ലേക്ക് നിങ്ങൾ കയറി ചില മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയും, യോ ഇത്ര പെട്ടെന്ന് മാസങ്ങൾ അങ്ങ് പോയോ എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം അത്ര വേഗം സമയം ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ നമുക്കൊരു കാര്യം വ്യക്തമായി, ഇത് പിടിച്ചു നിർത്താനോ കൈമാറ്റം ചെയ്യാനോ ഒന്നും നടക്കുന്നൊരു കാര്യമല്ല സമയം, അല്ലേ? സ്തോത്രം. അപ്പോൾ ദൈനംദിനം ജീവിതം വളരെ തിരക്ക് പിടിച്ചതാ. നമുക്ക് പലതിനും സമയം ലഭിക്കാറില്ല. ഇവിടെ പൗലോസ് പറയാ, നിങ്ങൾ എന്ത് ചെയ്യണം? തക്കത്തിൽ ഉപയോഗിച്ചു. ഹല്ലേലൂയ. അപ്പം നമുക്ക് ലഭിക്കുന്ന സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞേ? തക്കത്തിൽ ഉപയോഗിക്കണം. ഈ തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തക്കത്തിൽ ഉപയോഗിക്കുക. ലഭിക്കുന്ന അവസരങ്ങൾക്കനുസരിച്ച സമയത്തെ നമ്മൾ വിനിയോഗിക്കണം, അല്ലേ? സ്തോത്രം. നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇവിടെ പൗലോസ് പറയാ, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. നമുക്ക് ലഭിക്കുന്ന സമയം, സ്തോത്രം, നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ പറയാറുണ്ട്, വേണ്ടുന്ന രീതിയിൽ സമയത്തെ വിനിയോഗിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ ചിന്തിച്ചാൽ 2024 365 ദിവസം, 8670 മണിക്കൂർ, ഇത്രയും സമയം നമുക്ക് ലഭിച്ചിട്ട് എത്ര സമയം ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി,
ആത്മീയ കൂട്ടായ്മകൾക്ക് വേണ്ടി നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു. ഇവിടെയാ പൗലോസ് വഹിക്കുന്നത്. അപ്പോൾ ഈ 2025 ദൈവമക്കളെ നമ്മൾ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവരായി തീരണം. സ്തോത്രം. ഇവിടെ പൗലോസ് പറയുന്നത് ഇത് ദുഷ്കാലമാകിയാൽ തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ലഭിക്കുന്ന സമയം നിത്യതയുമായി തുലനം ചെയ്യുമ്പോൾ നമുക്ക് ഈ ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നഷ്ടപ്പെട്ടു പോയ സമയം തിരികെ ലഭിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച സമയം എത്രമാത്രം നിങ്ങൾക്ക് തക്കത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ. കൊച്ചിനെ ശ്രദ്ധിക്കാതെ എല്ലാ കണ്ണും കൊച്ചിൻ്റെ മേളില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സമയം എന്ത് ചെയ്യണം? തക്കത്തിൽ ഉപയോഗിക്കണം. അപ്പോൾ ഈ വർഷത്തിൽ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമയം ദുഷ്കാലമാകിയാൽ ലഭിക്കുന്ന സമയം നമ്മൾ ഉപയോഗിക്കുക. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടാൻ വേണ്ടി സമയങ്ങൾ വേർതിരിക്കുക. എത്ര മണിക്കൂർ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര മണിക്കൂർ വചനം വായിക്കാൻ കഴിയും? എത്ര മണിക്കൂർ ആത്മീയ കൂട്ടായ്മകൾക്ക് നമുക്ക് വേർതിരിക്കാൻ കഴിയും? ഇതൊക്കെ ചിന്തിക്കേണ്ടതായ വിഷയമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സമയം ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യം, വേഗത്തിൽ മുന്നോട്ട് പോകെ 10 മിനിറ്റും കൂടെ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം, വിശ്വാസത്തിൽ ശക്തിപ്പെടുക. സ്തോത്രം. റോമർക്ക് ലേഖനം 4:20 ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടുക. അപ്പോൾ 2025 നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ഒരു ദൈവപ്രവൃത്തിയുടെ വർഷമായി തീരുവാൻ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ശക്തിപ്പെടുക. ഓരോ വർഷം കഴിയും തോറും ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിശ്വാസം ക്ഷീണിക്കുകയാണോ അതോ നമ്മുടെ വിശ്വാസം ബലപ്പെടുകയാണോ? കഴിഞ്ഞ വർഷത്തിൽ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ വിശ്വാസത്തിന് എന്തെങ്കിലും വർധനയുണ്ടായോ? എവിടെയെങ്കിലും വിശ്വാസത്തിന് വളർച്ച സംഭവിച്ചോ? ഏതെങ്കിലും പരീക്ഷാഘട്ടത്തിൽ, ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ, ഏതെങ്കിലും പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നമ്മുടെ വിശ്വാസം ശക്തിപ്പെട്ടോ അതോ നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോയോ? അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയാണ് 25 നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ പ്രശ്നം വരത്തില്ലെന്നല്ല. ഞാൻ ഓർപ്പിച്ചൊരു കാര്യം മറന്നു പോകരുത്. 24 അഭിമുഖീകരിച്ച പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്, വിശ്വാസത്തിൽ പതറിപ്പോകരുത്. അതുകൊണ്ട് പറയാ 25 ഒരു ആത്മീക അനുഗ്രഹമായി തീരുവാൻ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. ഇവിടെ നമുക്കറിയാം അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാൻ ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ചരിത്രമല്ല നമുക്കറിയാം, ഞാൻ വിവരിക്കുന്നില്ല. ബലപ്പെടാൻ ഒരു % പോലും സാധ്യതയില്ല. അത്രമാത്രം ഒരു അവസ്ഥയെ കൂടെ അബ്രഹാം പോയത്. പക്ഷെ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുക നമുക്കറിയാമല്ലോ. പ്രായം കഴിഞ്ഞു, പ്രതീക്ഷയെത്തിപ്പോയി, വാഗ്ദത്തം ഒരറ്റത്ത് കിടപ്പുണ്ട്. ഇനി വാഗ്ദത്തം നിറവേറുമോ എന്ന് ചിന്തിക്കാൻ അബ്രഹാമിന് 100% സാധ്യതയുണ്ട്. ദൈവം വാഗ്ദത്തം പറഞ്ഞത്, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അബ്രഹാമിന് സംശയിക്കാമായിരുന്നു. സംശയിക്കത്തില്ലേ? നമ്മളായിരുന്നു സംശയിക്കത്തില്ലായിരുന്നോ? സംശയിക്കും. 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ സംശയിക്കും. 10 വർഷം കഴിഞ്ഞാൽ സംശയിക്കും അല്ലേ? പക്ഷെ അബ്രഹാമിന്റെ ജീവിതത്തിൽ 25 വർഷമെന്ന് മാത്രമല്ല, പ്രായം കഴിഞ്ഞിട്ടും പ്രൈസ് ദി ലോർഡ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് വാഗ്ദത്തത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വാക്യം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ദൈവമക്കളെ പറയട്ടെ, 25 ചില വാഗ്ദത്തങ്ങളൊക്കെ പ്രാപിച്ചോണം. 25 ക്ഷീണിച്ചു പോകാനല്ല, വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അബ്രഹാമിനെ പോലെ വാഗ്ദത്തത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. പറയണം 25 എൻ്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ വർഷമായി പോകാൻ പോകുക. ചില വാഗ്ദത്തത്തിന്റെ നിവർത്തി കാണാൻ പോകുക. വിശ്വാസത്തോടെ പറയണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത വാഗ്ദത്തത്തിന്റെ നിവർത്തി ഞാൻ 25 കാണും? ആമേ. എനിക്ക് വിശ്വാസമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സഭാമണ്ഡലത്തിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പറഞ്ഞ ദൂതിന്റെ നിവർത്തി 25 സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം വിശ്വാസത്തിൽ ക്ഷീണിക്കുന്നവരല്ല നമ്മൾ. വാഗ്ദത്തത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. ഇവിടെ അബ്രഹാം നാൾക്കുനാൾ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു അല്ലേ? സ്തോത്രം. ആമേൻ. ഞാൻ കഴിഞ്ഞ കാഴ്ചകൾ ഓർപ്പിച്ചതുപോലെ
ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറയണം. വിശ്വാസത്തിൻ്റെ വാക്ക് അബ്രഹാം പറഞ്ഞ, ഞാൻ ഓർപ്പിച്ച കാര്യം, അബ്രഹാം 2 വാക്ക് പറഞ്ഞു തൻ്റെ മകനെ യാഗം കഴിക്കാൻ പോകുമ്പോൾ. ഏതൊക്കെ വാക്കാണെന്നറിയാമോ? 2 വാക്ക് അബ്രഹാം പറഞ്ഞു. 2 വാക്ക്. ഒരു പ്രതീക്ഷയില്ലാതിരിക്കുമ്പോഴാണ് പറഞ്ഞേ. ഒന്ന് താൻ പറഞ്ഞ വാക്കിതാണ്, ഞങ്ങൾ പോയി യാഗം കഴിച്ച് ഞങ്ങൾ മടങ്ങി വരും. ഞാൻ മടങ്ങി വരും എന്നല്ല പറഞ്ഞേ. അപ്പനും മോനും മലയിലേക്ക് കയറിപ്പോയിട്ട് പോകുമ്പോൾ തൻ്റെ ബാല്യക്കാർ ചോദിച്ച ചോദ്യത്തിന്, അല്ലെങ്കിൽ അവരെ അവിടെ നിർത്തിയിട്ട് അബ്രഹാം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഞങ്ങൾ പോയി ഞങ്ങൾ മടങ്ങി വരും. വിശ്വാസത്തിന്റെ വാക്ക് കണ്ടോ? എന്നിട്ട് മോൻ കയറി മേലോട്ട് പോകുമ്പം മോൻ ചോദിച്ചു, അപ്പ യാഗത്തിന്റെ മൃഗം എവിടെ? അബ്രഹാം ഒരു കാര്യം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. ആമേൻ. 2 വിശ്വാസത്തിന്റെ വാക്കായിരുന്നു. ഹല്ലേലൂയ. ഈ 2 വാക്കും അതുപോലെ സംഭവിച്ചെങ്കിൽ വിശ്വാസത്തിൽ നിൽക്കുന്ന ദൈവവേദനെ 2025 നിന്റെ നാവ് കൊണ്ട് ചിലത് നീ പറഞ്ഞാൽ അത് സംഭവിക്കാൻ പോകുക. അത് സംഭവിക്കാൻ പോകുക. നിന്റെ നാവ് കൊണ്ട് ചില ഡിക്ലറേഷൻ നടത്തണം. ഹല്ലേലൂയ. അത് സംഭവിക്കും. ഇന്നലെ വരെ സംഭവിച്ചിട്ടല്ലാത്തത് ചില സംഭവിക്കും. പോയ അബ്രഹാം മകനില്ലാത്തവനായിട്ടല്ല മലമുകളിൽ ഇറങ്ങി വരുന്നേ. നോക്കിക്കേ, സ്തോത്രം. കേറി പോകുമ്പോ എന്ത് പറഞ്ഞോ അത് സബലീകരിച്ചിട്ട് ഇറങ്ങി വരിക മകനുമായിട്ട്. മലമുകളിൽ ചെന്നപ്പോ യാഗത്തിന്റെ മൃഗം എവിടെ? യഹോവ കരുതിക്കൊള്ളും. ഹല്ലേലൂയ. കരുതൽ കണ്ടിട്ടല്ല പറഞ്ഞത്, കരുതൽ കാണുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. ചിലത് കാണുന്നതിന് മുമ്പ് നീ ചിലത് പറയാൻ തുടങ്ങുക. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ വായിച്ചൊരു വാക്യം ഞാൻ പറഞ്ഞാം, അല്ല, നിങ്ങൾ കാറ്റ് കാണത്തില്ല, നിങ്ങൾ കോല് കാണത്തില്ല, വിശ്വാസത്തോടെ കുഴിവെട്ടാൻ തുടങ്ങ്. വിശ്വാസത്തോടെ കുഴിവെട്ടാൻ തുടങ്ങ്. അത്ഭുതം ദൈവം ചെയ്യും. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ തുടക്കം ചിലത് ചെയ്യാൻ പറ്റുമോ ഈ വർഷം? ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ചെയ്യും. വിശ്വാസത്തിൽ ശക്തിപ്പെടുക. സമയം മുന്നോട്ട് പോകുക, വേഗത്തിൽ പോകുക. അവസാനമായി ഒന്നുകൂടെ പറയാം, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിക്കുക, അല്ലെങ്കിൽ ശക്തിയെ പുതുക്കുക. സ്തോത്രം. 2025 നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ വർഷമായി തീരാൻ, 4ാമതായി പറയുക, ആത്മാവിൽ ഇരട്ടി പങ്ക് അല്ലെങ്കിൽ ശക്തിയെ പുതുക്കുക. യെശയ്യാപ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 40-ാം അധ്യായം 31-ാം വാക്യത്തിൽ, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിനെ എലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഇന്ന് ഈ എഡ്ജ് ടൈമിൽ, ഈ ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ, 24-ന്റെ ലാസ്റ്റ് മിനിറ്റിൽ നിൽക്കുന്ന പ്രിയ ദൈവവേദനെ, നീ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, എനിക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. അടുത്ത വർഷം നിന്റെ ജീവിതത്തിൽ നീ കണ്ടിട്ടില്ലാത്ത അത്ഭുതം കാണാൻ. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, എലീശ അങ്ങോട്ട് പോയി ഏലിയാവിന്റെ പിറകെ പോയതാ, ഒരു ശക്തി ഉപയോഗിച്ച് പോയല്ല. അക്കരെ ചെന്നപ്പോൾ ഏലിയാവ് എടുക്കപ്പെട്ടു, തിരികെ മടങ്ങി വരണം. എലീശ ചോദിച്ചു, ഒറ്റ കാര്യമേ ചോദിച്ചോളൂ, ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഇക്കരയ്ക്ക് മടങ്ങി വരാൻ താൻ ആവശ്യപ്പെട്ടത് ആത്മാവിന്റെ ഇരട്ടി പങ്ക്. നോക്കിക്കേ, ഈ ഇരട്ടി പങ്ക് പ്രാപിച്ച എലീശ, ഹല്ലേലൂയ, അവിടെ കാണാൻ കഴിയുന്നു, തൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് യോർദാന്റെ മുന്നിലാ. താൻ മുന്നോട്ട് പോകാൻ വഴിയില്ല. സ്തോത്രം. ഇങ്ങോട്ട് വന്നതൊക്കെ ശരിയാ, അങ്ങോട്ട് പോയപ്പോൾ വെള്ളം കിടക്കുക. പക്ഷേ ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചവൻ, സ്തോത്രം, ഹല്ലേലൂയ, അവന്റെ പുതപ്പെടുത്ത് അതിന്മേൽ നീട്ടിയപ്പോൾ യോർദാൻ 2ആയി വിഭജിച്ചു. ഇന്ന് രാത്രിയിൽ നീ ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചാലുണ്ടല്ലോ, 25-ൽ വിഭജിക്കാത്തത് ചിലത് വിഭജിക്കും, നടക്കാത്തത് ചിലത് നടക്കും. അതിശയക്കൂറുമാർ, ഇക്കരെ നിന്ന ബാല്യക്കാർ അതിശയിച്ചു. നിന്നെ കാണുന്നവർ അതിശയിക്കാൻ പോവുക. ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ചില പ്രവൃത്തി കണ്ടിട്ട് നിന്റെ കൂട്ടുകാർ അതിശയിക്കാൻ പോകുക, നിന്റെ ചാർച്ചക്കാർ അതിശയിക്കാൻ പോകുക, നിന്റെ സ്വന്തക്കാർ അതിശയിക്കാൻ പോകുക. ഒറ്റ കാര്യം മതി, ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിക്കുക. ഇനി ഇക്കരെ വന്ന എലീശ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, അല്ലെ, സ്തോത്രം, അല്ലെ, ഏലിയാവ് 7 അത്ഭുതം ചെയ്തെങ്കിൽ എലീശ 14 അത്ഭുതം ചെയ്തതിനെ കാണറിയാമോ? ആത്മാവിന്റെ ഇരട്ടി പങ്ക ഇങ്ങോട്ട് വന്നിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ രാജ്യത്തിന്റെ ഗർഭനാശം ആദ്യം ചെയ്തത്, രാജ്യത്തിന്റെ ഗർഭനാശം മാറ്റി.
രണ്ടാമത് ചെയ്തത്, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ കാണുന്നു കാറ്റ് കാണത്തില്ല, അവിടെ ഇല്ലാത്തടത്ത് വെള്ളമുണ്ടാക്കി. മൂന്നാമത് കാണുന്നു, സ്തോത്രം, ഹല്ലേലൂയ, വിധവയുടെ കടഭാരം മാറ്റി. നാലാമത് കഴിയുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്യാൻ തന്നെ പ്രാപ്തനാക്കിയത് ഏലിയാവിൽ നിന്ന് പ്രാപിച്ച ആത്മാവിന്റെ ഡബിൾ പോർഷനാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ നിർത്തുമ്പോൾ ഒരു കാര്യം ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയാം. ഹല്ലേലൂയ, അടുത്ത വർഷം അല്ലെ ജീവിതത്തിൽ അല്ലെ കാണാത്തത് കാണണമെന്ന് അല്ലെ ദൈവം ആവശ്യപ്പെടുന്നത്. ഇന്നലെ വരെ പോയ ശക്തി നിനക്ക് പോരാ, ഇന്നലെ വരെ പ്രാപിച്ച അഭിഷേകം പോരാ, ഇന്നലെ വരെ നീ ലഭിച്ച കൃപ പോരാ. അല്ല, സ്തോത്രം, നീ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതം നിന്റെ ജീവിതത്തിൽ കാണാൻ, നീ പ്രാപിച്ചിട്ടില്ലാത്ത ചില വിടുതൽ പ്രാപിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. അല്ലെ, ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഇന്ന് പകൽക്കാലം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അല്ലെ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കണമെന്ന്? അടുത്ത വർഷം ജീവിതത്തിൽ ചില നന്മകൾ എത്ര പേരെ പ്രതീക്ഷിക്കുന്നു? ചില വാഗ്ദത്തത്തിന് നിവർത്തി എത്ര പേരെ പ്രതീക്ഷിക്കുന്നു? 24-ന്റെ ഈ നിമിഷം വരെയും നീ കണ്ടിട്ടില്ലാത്ത ഒരു വാഗ്ദത്തത്തിന് നിവർത്തി സംഭവിക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ചിലത് പെട്ടെന്ന് നിന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ഇന്ന് രാത്രിയിൽ അല്ലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ശുദ്ധീകരിക്കാൻ തയ്യാറായാൽ, സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, സ്തോത്രം, അല്ല ചില ഹല്ലേലൂയ ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിക്കാൻ തയ്യാറായാൽ, വിശ്വാസത്തിൽ ഉറക്കാൻ തയ്യാറായാൽ, നീ പെട്ടെന്ന് ചിലത് പ്രാപിക്കാൻ പോകുക. ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും അടയട്ടെ.